കാണാമോ? ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഡിഫറൻസ്. അപ്പം അതിന്റെ മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ അതിന്റെ പേര് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഗിവൺ ടു പ്രൊസീജിയർ അല്ലെങ്കിൽ ഫങ്ഷൻസ്. ഓക്കെ. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ആണ്, മറ്റേതിൽ ബേസിക് സ്ട്രക്ചർ ഫങ്ഷൻസ് ആണ്. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഡാറ്റ ഇസ് സെക്യൂർ ഇൻ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതായത് ഡാറ്റ സെക്യൂർ ആണ്, അത് ഹിഡൻ ആണ്. പക്ഷെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഡാറ്റ ഇൻസെക്യൂരിറ്റി. അവിടെ ഡാറ്റ സെക്യൂരിറ്റി കുറവാണ്, ബിക്കോസ് ഫങ്ഷൻസ് ക്യാൻ ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ഈച്ച് അതർ. അതാണ് ഇവിടെ പറഞ്ഞ ഫങ്ഷൻസ് ഷെയർ ഗ്ലോബൽ ഡാറ്റ. അപ്പം ഈ ഫങ്ഷൻസ് ഷെയർ ചെയ്യുന്ന കാരണം ഡാറ്റ ക്യാൻ മൂവ് ഫ്രം ഫങ്ഷൻ ടു ഫങ്ഷൻ. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കോഡ് റീയൂസബിലിറ്റി ആണ്. അതായത് അതിനെ പറ്റി പറയാം. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡിന്റെ 4 മെയിൻ ഫീച്ചേഴ്സ് ആണുള്ളത്: എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ്. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ദ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അവിടെയാണ് ഡാറ്റ ഹിഡൻ എന്ന് പറഞ്ഞ ആ ഫീച്ചർ വരുന്നത്. അതായത് നമ്മൾ ക്ലാസ്സിലാണല്ലോ ഒബ്ജക്ട്സും ഡാറ്റയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്, അപ്പോൾ അത് ഹിഡൻ ആയിരിക്കും ആൻഡ് ഇറ്റ്സ് സെക്യൂർ. അവിടെയാണ് എൻകാപ്സുലേഷൻ വരുന്നത്. സോറി, ആ പ്രോപ്പർട്ടി എൻകാപ്സുലേഷൻ ആണ് അവിടെ വർക്ക്ഔട്ട് ആവുന്നത്. പിന്നെ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ it is a property by which we show essential features by hiding background details. അപ്പം അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ലിങ്കിൽ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാണെന്ന് വെച്ചോ, ഒരു സംഭവം ലോഡ് ചെയ്യാണെന്ന് വെച്ചോ. അപ്പോൾ വെബ്സൈറ്റിന്റെ കോഡ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, അതൊന്നും യൂസർക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതാണ് ഷോയിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ബൈ ഹൈഡിങ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്. ബാക്ക്ഗ്രൗണ്ടിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡ് നമ്മൾ ഹൈഡ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് അബ്സ്ട്രാക്ഷൻ. പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ബൈ വിച്ച് വി ക്യാൻ യൂസ് എ മെമ്പർ ഓർ എ ഫംഗ്ഷൻ ടു ഡു മൾട്ടിപ്പിൾ ടാസ്ക്. ഈ ഫംഗ്ഷൻ ഓവർറൈഡിങ്, ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ് ഒക്കെ പോളിമോർഫിസത്തിൽ വരുന്നതാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതായത് നമുക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് ഡാറ്റയും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മറ്റൊരു ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിന്റെ പല ടൈപ്പ് ഉണ്ട്, അത് മൊഡ്യൂൾ 3 പറയുമ്പോൾ പറയാം. പിന്നെ ഒബ്ജക്ട് ഓറിയന്റഡില് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒബ്ജക്ട്സ് ആണ് പ്രൈമറി ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഒബ്ജക്ട് ഓറിയന്റഡില് ആദ്യം ഒബ്ജക്ട്സ് ചെക്ക് ചെയ്യും, പിന്നെ ക്ലാസ്, പിന്നെ മെയിൻ പ്രോഗ്രാം, അങ്ങനെയാണ് പോവുക. ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോവാം. ബട്ട് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. അതായത് ഈ പേര് പോലെ തന്നെ പ്രൊസീജിയർ ഓറിയന്റഡ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പോവുക. അപ്പൊ ആദ്യം മെയിൻ ഫംഗ്ഷൻ നോക്കും, അല്ലെങ്കിൽ മെയിൻ ടാസ്ക് എന്താന്ന് നോക്കും, പിന്നെ അതിനെ സ്മോളർ ഫങ്ഷൻസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ ടാക്കിൾ ചെയ്യാൻ നോക്കും. അങ്ങനെയാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പം ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ പോയിന്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി. ഇപ്പം ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിനെ പറ്റി എഴുതാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റും പിന്നെ അതിന്റെ ഫീച്ചേഴ്സ്, അതായത് എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ആ 4 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. ഓക്കെ. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഞാൻ PYQ ചെക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർമാറ്റഡ് ആൻഡ് അൺഫോർമാറ്റഡ് ഡാറ്റയെ പറ്റി. അപ്പൊ ആസ് ദ നെയിം സജസ്റ്റ്, ഫോർമാറ്റഡ് എന്ന് പറയുമ്പം നമ്മൾ എന്തോ ഒരു മാറ്റം വരുത്തുകയാണ്, ഫോർമാറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പം ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൺവേർട്ടിംഗ് ദ ഡാറ്റ ടു ആൻഡ് ഫ്രം എ സ്പെസിഫിക് ഫോർമാറ്റ്. ഫോർമാറ്റഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പ്യൂട്ടറിലോട്ട് എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഒക്കെ ബൈനറി ഫോമിലായിരിക്കുമല്ലോ. അപ്പൊ അതിനെ ഫോർമാറ്റ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്.
The computer takes the binary value and converts into readable string characters. അതിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന സീനും സി ഔട്ടൊക്കെ. അൺഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്ന ബൈനറി ഫോമിലുള്ള ഡാറ്റനെ ഒരു ഫോമാറ്റിങ്ങും ചെയ്യാണ്ട് ആ റോ ബൈറ്റ്സിനെ യൂസ് ചെയ്യുന്നതാണ് അൺഫോർമാറ്റഡ് ഡാറ്റ. അതാണ് സിംപ്ലി കോപ്പീസ് ദ ബൈറ്റ്സ് ഫ്രം ദ സോഴ്സ് ടു ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾ ഫങ്ഷൻസ് ആണ് ഗെറ്റ്, പുട്ട്, റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് അങ്ങനെ അധികം ലൈക്ക് 5 മാർക്കിനൊന്നും ചോദിച്ചു കണ്ടില്ല, 2 മാർക്കിന് ചോദിച്ചു കണ്ടുകൊണ്ടാണ് ഇത് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്ന ഒരു സംഭവമാണ് മാനിപ്പുലേറ്റേഴ്സ്. മാനിപ്പുലേറ്റേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമാറ്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫോമാറ്റ് ചെയ്യാനാണ്. Manipulators are special functions or objects used to format the behavior of input and output stream. അപ്പൊ നേരത്തെ പറഞ്ഞ ഫോമാറ്റഡ് ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണല്ലോ, അതിന് യൂസ് ചെയ്യുന്നതാണ് മാനിപ്പുലേറ്റേഴ്സ്. മാനിപ്പുലേറ്റേഴ്സിന്റെ ടൈപ്പിനെ പറ്റിയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അത് there are 2 types, വിത്തൗട്ട് ആർഗ്യുമെന്റ്സും വിത്ത് ആർഗ്യുമെന്റ്സും. വിത്തൗട്ട് ആർഗ്യുമെന്റ്സിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് എൻഡൽ. നമ്മളെ പല കോഡിലും സി ഔട്ട് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് എൻഡൽ. എൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ലൈൻ, ആ ലൈൻ ഓഫ് കോഡ് അവിടെ എൻഡ് ചെയ്ത് പുതിയ ലൈൻ തുടങ്ങാം, അതാണ് എൻഡൽ. പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സ് ആണ്. ഹെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ദ ഡാറ്റ ഇൻ ടു ഹെക്സാഡെസിമൽ നമ്പർ. അതിന്റെ ഒരു കോഡ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് റൺ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കോപ്പി ചെയ്ത് കാണിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ മാനിപ്പുലേറ്റർ ഹെക്സ്. ഹെക്സ് നമ്മൾ ആക്ച്വലി സി ഔട്ടില് ഈ നമ്മുടെ വേരിയബിൾ മെൻഷൻ ചെയ്യുന്നതിന് മുന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അതിലായിട്ടൊരു നമ്പർ എൻ്റർ ചെയ്യാം. ആൻഡ് ഐ വാണ്ട് ദ ഹെക്സ് വാല്യൂ ഓഫ് ദ നമ്പർ. അപ്പൊ ഹെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ഹെക്സാഡെസിമൽ കിട്ടും. അപ്പം 10 കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, 10 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ എൻ്റർ ചെയ്തപ്പം അതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ എ, അത് പ്രിന്റ് ചെയ്യും. അപ്പം ഹെക്സ് എന്ന് പറയുന്നത് ഇസ് എ മാനിപ്പുലേറ്റർ യൂസ് ടു കൺവേർട്ട് ദ ഡാറ്റ ഇൻ ടു ഹെക്സാഡെസിമൽ നമ്പർ. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒന്ന് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്, അതാണ് ഇപ്പൊ പറഞ്ഞ എൻഡലും ഹെക്സും. ഫിക്സറിനെ പറ്റി ഞാൻ പറയാട്ടോ. പിന്നെ ഉള്ളത് വിത്ത് ആർഗ്യുമെന്റ്സ്. അതിന്റെ 2 എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ ആണ് സെറ്റ് ഡബ്ല്യു, സെറ്റ് പ്രിസിഷനും. സെറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് വിഡ്ത്ത് ആണ്. സെറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇന്റീജർ വാല്യൂ ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ സെറ്റ് ഡബ്ല്യു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യാണ് ബേസിക്കലി. അതായത് 5 ബ്ലോക്ക് ഓഫ് മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാനാണ് നമ്മൾ പറയുന്നത്. അതാണ് സെറ്റ് ഡബ്ല്യു. സെറ്റ് വിഡ്ത്ത്, 5 വിഡ്ത്ത് ഉള്ള മെമ്മറി സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഉള്ളത് സെറ്റ് പ്രിസിഷൻ. സെറ്റ് പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഡെസിമൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് പ്രിസിഷൻ 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് വുഡ് ബി ഈക്വൽ ടു ദ നമ്പർ എൻ്റർഡ്. പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുത്തു 1 2 3 4 5 6. ഓക്കെ, ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ വിത്തൗട്ട് സെറ്റ് പ്രിസിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 123.457 എന്നാ വരിക.
അത് അതിന്റെ ഡീഫോൾട്ട് ആണ്. അതായത് 3 ഡെസിമൽ നമ്പർ വരെ ആണ് ഉണ്ടാവുക. ബട്ട് ഇവിടെ വെച്ച് കട്ടാവുന്നതുകൊണ്ട്, അതായത് 6 കഴിഞ്ഞിട്ട് കട്ടാവുന്നത് കൊണ്ട് ഈ 6നെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. നമ്മളല്ല, കമ്പൈലർ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഉള്ള വാല്യൂ ആണ് തരിക. അതാണ് വിത്തൗട്ട് സെറ്റ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ. ബട്ട് വിത്ത് സെറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞ മാനിപ്പുലേറ്റർ കൊടുത്താല് ഉള്ള ഔട്ട്പുട്ട് ആണ് ഇത്. അതായത് ഞാൻ സെറ്റ് പൊസിഷനിൽ 4 എന്ന് കൊടുത്തു. അപ്പൊ മൊത്തം ഡിജിറ്റ്സ് 4 ആണുള്ളത്. 123.5 ആണ് വന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4ന്റെ കഴിഞ്ഞിട്ടാണല്ലോ കട്ടാവുന്നത്. അപ്പം എവിടെ നിന്നാണോ കട്ടാവുന്നത് ആ ഡിജിറ്റിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തരിക ഔട്ട്പുട്ട്. ഇനി ഫിക്സഡ് ആൻഡ് സെറ്റ് പൊസിഷൻ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സഡ് പറയാൻ പറഞ്ഞല്ലേ. ഫിക്സഡും സെറ്റ് പൊസിഷനും കൊടുത്തു കഴിഞ്ഞാല് ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സിനെയാണ് അത് മാനിപ്പുലേറ്റ് ചെയ്യുക. അതായത് ഞാനിപ്പോ ഇവിടെ ഫിക്സഡ് കൊടുത്തിട്ട് പിന്നെ സെറ്റ് പൊസിഷൻ കൊടുത്തു. അപ്പം ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ്സ് ഇല്ലേ, 4, 5, 6, 7, അതിന് 2 ഡിജിറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതാണ് സെറ്റ് പൊസിഷൻ 2. ഞാനിവിടെ ഒരു 4 എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ആണെന്നുണ്ടല്ലോ, ഡെസിമൽ കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ്സ് ആണുള്ളത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ 7ന് ശേഷമാണ് കട്ടാവുന്നത്. അപ്പം 7നെ റൗണ്ട് ഓഫ് ചെയ്ത് 8 ആക്കിയിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്. അതാണ് ഫിക്സഡ് സെറ്റ് പൊസിഷൻ വെച്ചാൽ. ഓക്കെ, ചുമ്മാ സെറ്റ് പൊസിഷൻ ആണെങ്കിൽ ഇത് എൻറ്റയർ ഡിജിറ്റ്സ് ആർ മാനിപ്പുലേറ്റഡ്, ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആർ മാനിപ്പുലേറ്റഡ്. ഫിക്സഡ് ആൻഡ് സെറ്റ് പൊസിഷൻ ആണെങ്കിൽ the number of digits after the decimal is manipulated. അതാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് മൊഡ്യൂളില് കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ആൻഡ് റിട്ടേൺ ബൈ റെഫറൻസ് ആണ്. അത് ഫങ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ആക്ച്വലി കോൾ ആൻഡ് റിട്ടേൺ എന്ന് പറയുമ്പം പല ടൈപ്പ് ഉണ്ട്. കോൾ ആൻഡ് റിട്ടേൺ ബൈ വാല്യൂ, കോൾ ആൻഡ് റിട്ടേൺ ബൈ അഡ്രസ്. പക്ഷെ ഇവിടെ റിഫറൻസ് മാത്രമേ കണ്ടുള്ളൂ. വാല്യൂവിനെ പറ്റിയും ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പം കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം നമ്മൾ വേരിയബിളിന്റെ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ കോപ്പി ആണ് അയക്കുന്നത് ഫംഗ്ഷൻ കോളിൽ. പക്ഷെ കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വലി പാസിംഗ് ദ വേരിയബിൾ, a reference to the variable is passed. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു അനദർ നെയിം, അതായത് ഇപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ, പക്ഷെ അവിടെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത അവിടെ ഞാൻ ആൻഡ് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മറ്റൊരു പേരാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊക്കെ ഒരു ഒഫീഷ്യൽ നെയിമും ഉണ്ടാവും, വീട്ടിൽ വിളിക്കുന്ന ഒരു പേരും ഉണ്ടാവും. പക്ഷെ ഏത് പേര് വിളിച്ചാലും നമ്മൾ തിരിഞ്ഞു നോക്കുമല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഒഫീഷ്യലി ഒരു വേരിയബിളിനെ പറയുന്നു, ബട്ട് അതിനെ റെഫറൻസ് ചെയ്യാൻ മറ്റൊരു വേരിയബിൾ യൂസ് ചെയ്യണം. ആൻഡ് കോൾ ബൈ റെഫറൻസിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്ത് ചേഞ്ചസ് വരുത്തിയാലും അത് ഒറിജിനൽ വേരിയബിളിനെ അഫക്ട് ചെയ്യും. അതിന്റെയും പ്രോഗ്രാം ഉണ്ട്. ഇവിടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്വാപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇവിടെ എന്റെ ഫംഗ്ഷന്റെ പേര് സ്വാപ്പ് ആണ്. ആൻഡ് ഞാൻ എന്റെ മെയിൻ ഫംഗ്ഷനിൽ എക്സ് ആൻഡ് വൈനെ ഡിക്ലെയർ ചെയ്യുന്നു. എക്സിന് 5, വൈ 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ബിഫോർ സ്വാപ്പ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ടില് ബിഫോർ സ്വാപ്പ് എക്സ് 5ഉം വൈന്റെ വാല്യൂ 10 ആണ്. എന്നിട്ട് ഓക്കെ, ഞാൻ ബിഫോർ സ്വാപ്പ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സും വൈയും സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് അയക്കുകയാണ്. ഞാൻ അയക്കുന്നത് എക്സ് ആൻഡ് വൈ ആണെങ്കിലും ഇവിടെ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ഇന്റ് എ ആൻഡ് ഇന്റ് ബി ആണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ മാത്രമേ കോൾ ബൈ റെഫറൻസ് ആവുള്ളൂ. അതില്ലാന്നുണ്ടെങ്കിൽ കോൾ ബൈ റെഫറൻസ് അല്ല, കോൾ ബൈ വാല്യൂ ആണ്. അപ്പൊ മൊത്തത്തിൽ തെറ്റിപ്പോ. അപ്പൊ ഓർത്തിരിക്കുക, ഈ ഒരു സിമ്പിൾ ഇട്ടാൽ മാത്രമേ കോൾ ബൈ റെഫറൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പം എന്റെ റെഫറൻസ് വേരിയബിൾ എന്ന് പറയുന്നത്
എക്സിന്റെ റെഫറൻസ് വേരിയബിൾ എയും വൈന്റെ റെഫറൻസ് വേരിയബിൾ ബിയും ആണ്. എന്നിട്ട് ഞാൻ ഇവിടെ ടെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എയും ബിയും സ്വാപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ചെയ്യുന്നത് എന്താ, എയും ബിയും ആണ് സ്വാപ്പ് ചെയ്യുന്നത്. പക്ഷെ ആഫ്റ്റർ സ്വാപ്പ് എന്ന് പറഞ്ഞ് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂവും വൈന്റെ വാല്യൂവും തമ്മിൽ സ്വാപ്പ് ആയി. കണ്ടോ, എക്സിന്റെ വാല്യൂ വൈക്കും വൈന്റെ വാല്യൂ എക്സിനും വന്നു. അപ്പം ഞാൻ ആ പറഞ്ഞ പ്രോപ്പർട്ടി ഇല്ലേ, നമ്മൾ എനി ചേഞ്ചസ് മെയ്ഡ് ടു ദ വേരിയബിൾ വിത്തിൻ ദ ഫംഗ്ഷൻ, അതായത് സ്വാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഞാൻ എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഇറ്റ് വുഡ് ബി എഫക്ടിങ് ദ ഒറിജിനൽ വേരിയബിൾ. എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ ഒറിജിനൽ വേരിയബിളിനെ അഫക്ട് ചെയ്യും. ഞാനിവിടെ ചെയ്തത് ആക്ച്വലി എ ആൻഡ് ബിന്റെ വാല്യൂ മാത്രം മാറ്റി, പക്ഷെ അത് എക്സ് ആൻഡ് വൈനെ അഫക്ട് ചെയ്തു. അതെന്തുകൊണ്ടാണ്, കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ടാണ്. സപ്പോസ് ഈ രണ്ട് സിമ്പിൾ മാറ്റാണ്ട് ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിൽ കണ്ടോ മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം എന്താ, ഇത് കോൾ ബൈ റെഫറൻസ് അല്ല, ഇത് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. കോൾ ബൈ റെഫറൻസ് ആണെങ്കിൽ ഈ സിമ്പിൾ ഇട്ടേ പറ്റൂ. ഇതിന്റെ പേര് ഞാൻ മറന്നു, ആൻഡ് സിമ്പിൾ. അങ്ങനെ ഓക്കെ, അതാണ് കോൾ ബൈ റെഫറൻസ്. പിന്നെ തന്നെ റിട്ടേൺ ബൈ റെഫറൻസ് ഉണ്ട്. റിട്ടേൺ ബൈ റെഫറൻസ് എന്ന് പറയുമ്പം നമ്മൾ ഇപ്പം ചെയ്തത് കോൾ ബൈ റെഫറൻസ്. ഇവിടെ എന്താ പറയാ, എക്സും വൈയും കൊടുത്തു, എ ആൻഡ് ബി അതിന്റെ റെഫറൻസ് ആണ്, അങ്ങനെ കോൾ ചെയ്യുന്നു. ഇനി റിട്ടേൺ ബൈ റെഫറൻസ് എന്ന് പറയുമ്പം നമ്മൾ റെഫറൻസ് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് ചുമ്മാ ഒരു പ്രോഗ്രാം ആണ്. ജസ്റ്റ് എന്താണ്, എന്റെ ഫംഗ്ഷൻ ഗെറ്റ് മാക്സ് ആണ്. റിട്ടേൺ ബൈ റെഫറൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കുമല്ലോ ഫംഗ്ഷനിന്. ഇപ്പൊ എന്റെ റിട്ടേൺ ടൈപ്പ് ഇന്റ് ആണ്, പക്ഷെ റിട്ടേൺ ബൈ റെഫറൻസ് ആകുമ്പം ആ റിട്ടേൺ ടൈപ്പ് കഴിഞ്ഞിട്ട് വേണം ഈ സിമ്പിൾ കൊടുക്കാൻ. മറ്റേ കോൾ ബൈ റെഫറൻസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് വോയിഡ് ആയിരുന്നു, അത് ഞാൻ അങ്ങനെ വെച്ചതാണ്. ഇത് കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ട് ഇവിടെ മാത്രം ആ സിമ്പിൾ കൊടുത്താൽ മതി. റിട്ടേൺ ബൈ റെഫറൻസ് ആകുമ്പോൾ നമ്മൾ റിട്ടേൺ ടൈപ്പിന്റെ അവിടെ ആ സിമ്പിൾ കൊടുക്കാം. ഇത് ജസ്റ്റ് ചുമ്മാ ഒരു പ്രോഗ്രാം ആണ്. എക്സ് ആൻഡ് വൈ ഡിക്ലെയർ ചെയ്യുന്നു, അതിനെ ഈ ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുന്നു. ഇത് റെഫറൻസ് ആണ്, എക്സും വൈന്റെ റെഫറൻസ്. ഇതിൽ ഏതാണ് വലുത് നോക്കുന്നു, വലുത് റിട്ടേൺ ചെയ്യുന്നു. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി റിട്ടേൺ ചെയ്യും. ഇവിടെ വൈ ഗ്രേറ്റർ ആയ കാരണം വൈന്റെ റെഫറൻസ് ആയ ബി ഗ്രേറ്റർ ആവും, അപ്പൊ അവര് ബി ആണ് റിട്ടേൺ ചെയ്യുക. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്ത വാല്യൂവിനെ ഞാൻ 100 ആയിട്ട് അസൈൻ ചെയ്യുന്നു. അപ്പം വൈന്റെ വാല്യൂ ആണല്ലോ വലുത്, അപ്പൊ വൈന്റെ വാല്യൂ 100 ആവും. അതാണ് ഇവിടെ മാറ്റാൻ വന്നത്. അതാണ് കോൾ ബൈ റെഫറൻസ് ആൻഡ് റിട്ടേൺ ബൈ റെഫറൻസ്. അപ്പം റിട്ടേൺ ബൈ റെഫറൻസിന് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് റിട്ടേൺ ടൈപ്പ് കഴിഞ്ഞിട്ട് ഈ സിമ്പിൾ കൊടുക്കുക എന്നുള്ളതും, കോൾ ബൈ റെഫറൻസിൽ ഓർത്തിരിക്കേണ്ടത് ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ആർഗ്യുമെന്റിൽ ഈ സിമ്പിൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻലൈൻ ഫംഗ്ഷൻ. ഇൻലൈൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത്, അതായത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം കമ്പൈലർ എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം കമ്പൈലർ ഇത്രയും ചെയ്യും, ഈ ഫംഗ്ഷൻ മൊത്തം ചെയ്യും. ഇവിടെ എത്തുമ്പം ഈ ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ ഇങ്ങോട്ട് പോകും, ഈ ഫംഗ്ഷനിലോട്ട് പോയി പിന്നെ ഈ ഫംഗ്ഷൻ മൊത്തം ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. അപ്പം എന്റെ കറണ്ട് ലൈൻ ഓഫ് കോഡിന് ഒരു ജമ്പിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അതാണ് യൂഷ്വലി ഫംഗ്ഷൻ കോളിൽ സംഭവിക്കുന്നത്. അപ്പം നമുക്കൊരു വലിയ ഫംഗ്ഷൻ ചെറിയ ഫംഗ്ഷൻ പലതവണ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ. അപ്പൊ ഓരോ സമയവും ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയി തിരിച്ചു വരിക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെന്താ, സ്പീഡും കുറയ്ക്കും കമ്പൈലേഷന്റെ. അപ്പൊ ഇൻലൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ where the compiler attempts to replace the function call with the actual code of the function. സിമ്പിളിറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ജമ്പ് ചെയ്യുന്നതിന് പകരം കമ്പൈലർ ഫംഗ്ഷൻ കോളിന്റെ അങ്ങോട്ടേക്ക് ഈ ഫംഗ്ഷന്റെ കോഡ് കൊണ്ടുവരും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇൻലൈൻ ഫംഗ്ഷൻ. അപ്പം നോ ജമ്പിങ് ടു ദ ഫംഗ്ഷൻ കോൾ, ജമ്പിങ് ഇല്ലാത്തതുകൊണ്ട് ടൈം സേവ് ചെയ്യും, സ്പീഡും ഇൻക്രീസ് ചെയ്യും.
ഈ ഇൻലൈൻ ഫംഗ്ഷൻ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ ഫംഗ്ഷൻ ഇസ് സ്മോൾ ആൻഡ് ഫ്രീക്വന്റ്ലി കോൾഡ്. പിന്നെ ലൂപ്പ് അല്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലൂപ്പ് ഉള്ള ഫംഗ്ഷൻ ഒക്കെ കുറച്ച് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്, അതിന് ഇൻലൈൻ ഫംഗ്ഷൻ വെച്ച് ചെയ്യാൻ പറ്റില്ല. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിച്ച് കോൾസ് ഇറ്റ് സെൽഫ് ആണ്. അപ്പൊ സ്വന്തമായിട്ട് കോൾ ചെയ്യുന്ന ഫംഗ്ഷന് ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ക്യൂബ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പം ഇൻലൈൻ ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻലൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തേ പറ്റൂ. ഇൻലൈൻ എന്നുള്ള കീവേഡ് മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാധാ ഒരു ഫംഗ്ഷൻ ആണ്, നിങ്ങളുടെ മാർക്ക് പോകും. അപ്പൊ ഇൻലൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാൻ മറക്കരുത്. അത് ഓക്കെ. ഇത് ഈ ഫംഗ്ഷൻ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ക്യൂബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എനിക്ക് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത ക്യൂബ് കിട്ടുമല്ലോ, അത് വേണം, അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് എ 1 ലൈൻ ഫംഗ്ഷൻ. അപ്പൊ ഞാൻ ഇവിടെ ക്യൂബ് 3 എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ ഇവിടെ കൊണ്ടുവരും കമ്പൈലർ, എന്നിട്ട് കമ്പൈൽ ചെയ്യും. അപ്പം ക്യൂബ് ഓഫ് 327 ക്യൂബ് ഓഫ് 5 125 കിട്ടി. അപ്പൊ ഒരു ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ആൻഡ് ഇതിപ്പോ ഒരു ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ കോൾ ചെയ്യുന്നുള്ളൂ. സപ്പോസ് ഒരു വലിയ പ്രോഗ്രാമിൽ ഒരു 10-15 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ക്യൂബ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ജമ്പ് ചെയ്ത് പോയി ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് ഇൻലൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ. മൊഡ്യൂൾ 1 മെയിൻ ആയിട്ട് അതേ ഉള്ളൂ. പിന്നെ ഡിഫോൾട്ട് ആൻഡ് കോൺസ്റ്റ് ആർഗ്യുമെന്റ്സ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു, വാട്ട് ഈസ് കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ കോൺസ്റ്റ് ഈസ് ബേസിക്കലി എ കീവേഡ്. ഇറ്റ് ഈസ് യൂസ് ടു ഡിക്ലെയർ ദാറ്റ് ദ വാല്യൂ ഓഫ് ദി വേരിയബിൾ കനോട്ട് ബി ചേഞ്ച്. അതായത് നമ്മളൊരു വേരിയബിളിനെ കോൺസ്റ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എപ്പോഴും 10 ആയിരിക്കും, നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് കോൺസ്റ്റ് ആർഗ്യുമെന്റ്. ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഫംഗ്ഷൻ കോളിൽ ഞാൻ ഒരു ആർഗ്യുമെന്റും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഒന്ന് ഡിഫൈൻ ചെയ്ത് വെക്കണം. അതാണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്. Default argument, it is defined in function definition, used if no argument is passed in the function call. ഫംഗ്ഷൻ കോളിൽ നമ്മൾ ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഡീഫോൾട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റ് ആർഗ്യുമെന്റിന്റെ കൂടാണ് ഇത്. കോൺസ്റ്റ് ആർഗ്യുമെന്റിന്റെ ഒരു കോഡാണ്. ഇതിപ്പം എറർ ത്രോ ചെയ്താണ്ടോ? ഇത് ഞാൻ എറർ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. കാരണം എന്താ, ഞാൻ എന്റെ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ കോൺസ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ പാസ് ചെയ്യുമ്പം a ഈക്വൽ ടു 5 എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് a 5 എന്നുള്ള വാല്യൂവിനെയാണ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5 ആയിട്ട് ചേഞ്ച് ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം പക്ഷെ അത് പറ്റില്ല. കാരണം എന്താ, ഞാൻ ഇവിടെ കോൺസ്റ്റ് ഇൻഡെക്സ് എന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ എറർ ത്രോ ഇല്ല. കാരണം എന്താ, കോൺസ്റ്റ് എക്സ് അല്ല, കോൺസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിരുന്ന സമയത്ത് എറർ ത്രോ ചെയ്യാൻ കാരണം നമ്മൾ എക്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത ഒരു സംഭവത്തിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എറർ വരും. പക്ഷെ ഞാൻ കോൺസ്റ്റ് എടുത്ത് പറഞ്ഞപ്പം അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്തു. എക്സിന്റെ വാല്യൂ 10 ആണ്, ഡിസ്പ്ലേ ആയി. അത് ചുമ്മാ ഒരു കോൺസ്റ്റന്റ് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു പ്രോഗ്രാമാണ്. ഓക്കെ. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് മെയിൻ ആയിട്ട് ഇതൊക്കെയാണ് ചോദിച്ച് കണ്ടത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സിന്റെ ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ മീൻ എല്ലാം അറിയാം, എല്ലാം. പിന്നെന്ന് പറഞ്ഞാല് കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. ഓക്കെ. കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്. കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ആർ ആക്ച്വലി സ്പെഷ്യൽ മെമ്പേഴ്സ്
ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്ന സ്പെഷ്യൽ മെമ്പേഴ്സ് ആണ് കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ്. അപ്പം കൺസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെമ്പേഴ്സ് ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ആൻ ഒബ്ജക്ട് ഇസ് ക്രിയേറ്റഡ്. അത് നമ്മളൊരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യപ്പെടുന്ന സാധനമാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് അലോക്കേറ്റ്സ് മെമ്മറി. ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മെമ്മറി വേണമല്ലോ. അപ്പം അതിന് വേണ്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് കൺസ്ട്രക്ടർ. ഇറ്റ് ഹാസ് ദ സെയിം നെയിം ആസ് ക്ലാസ്. അപ്പം നമ്മൾ ക്ലാസ്സിന് എന്ത് പേര് കൊടുക്കുന്നോ ആ നെയിം ആയിരിക്കും കൺസ്ട്രക്ടറിന് ഉണ്ടാവുക. പിന്നെ ഇറ്റ് ക്യാൻ ടേക്ക് ആർഗ്യുമെന്റ്സ്. അതായത് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സിൽ വരുന്ന ഒരു സംഭവമാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ടറിന് ആർഗ്യുമെന്റ്സ് എടുക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ടേഴ്സിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ചില ഫംഗ്ഷൻസ് നമുക്കറിയാം റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല, ബട്ട് ഇത് ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ് മൈറ്റ് ബി വോയിഡ്. പക്ഷെ കൺസ്ട്രക്ടറിന് അങ്ങനെയല്ല, ഒരു റിട്ടേൺ ടൈപ്പും ഇല്ല, വോയിഡും അല്ല കൺസ്ട്രക്ടർ. അത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം. കോപ്പി കൺസ്ട്രക്ടർ ഞാൻ പറയാം. പിന്നെ ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ്. സ്പെഷ്യൽ മെമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി കോൾഡ് വെൻ ആൻ ഒബ്ജക്ട് ഇസ് ഡിസ്ട്രോയിഡ്. മറ്റേത് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കോൾ ചെയ്യുന്നതാണെങ്കിൽ ഡിസ്ട്രക്ടർ ഒബ്ജക്ട് ഡിസ്ട്രോയ് ആകുമ്പോൾ കോൾ ചെയ്യപ്പെടുന്നതാണ്. കൺസ്ട്രക്ടർ അലോക്കേറ്റ് മെമ്മറി ആണെങ്കിൽ ഡിസ്ട്രക്ടർ ആ മെമ്മറി ഡിസ്ട്രോയ് ചെയ്യും, ഡി അലോക്കേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു കൺസ്ട്രക്ടറിന്റെ നെയിം സെയിം നെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ് ആയിരിക്കും. ഡിസ്ട്രക്ടറിന്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നെയിം തന്നെയാണ്, പക്ഷെ അതിന് മുന്നിൽ ഈ ഒരു നെഗേഷൻ സിമ്പിൾ ഉണ്ടാവും. ഈ ഒരു സിമ്പിൾ ഉണ്ടാവും. അങ്ങനെയാണ് ഡിസ്ട്രക്ടറിന്റെ നെയിം വരിക. പിന്നെ ഞാൻ പറഞ്ഞു കൺസ്ട്രക്ടർ ക്യാൻ ടേക്ക് ആർഗ്യുമെന്റ്സ്, പക്ഷെ ഡിസ്ട്രക്ടറിന് ആർഗ്യുമെന്റ്സ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനും റിട്ടേൺ ടൈപ്പ് ഇല്ല, നോട്ട് ഈവൻ വോയിഡ്. പിന്നെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ഡീഫോൾട്ട്, പാരാമീറ്ററൈസ്ഡ്, പിന്നെ കോപ്പി കൺസ്ട്രക്ടർ. ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഓട്ടോമാറ്റിക്കലി കോൾ ബൈ ദ കമ്പൈലർ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പൈലർ തന്നെ ഇനീഷ്യലൈസ് ചെയ്ത് കോൾ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ ആണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഇറ്റ് കനോട്ട് ടേക്ക് ആർഗ്യുമെന്റ്സ്, ഇറ്റ് ഈസ് ഇനീഷ്യലൈസ്ഡ് ബൈ ദ കമ്പൈലർ. പിന്നെ എന്ന് പറഞ്ഞാൽ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഇറ്റ് ക്യാൻ ടേക്ക് ആർഗ്യുമെന്റ്സ്. ആ ആർഗ്യുമെന്റ്സ് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ആക്ച്വലി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. ഇവിടെ ഒരു ചെറിയ ലൈൻ ഓഫ് കോഡ് മാത്രമേ ഉള്ളൂ. ഞാനൊരു എ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നു, എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇതാണ് എന്റെ കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അപ്പോൾ ക്ലാസിന്റെ സെയിം നെയിം ആയിരിക്കണം കൺസ്ട്രക്ടറിന്. എ എന്ന് പറഞ്ഞ ക്ലാസ് ആണെങ്കിൽ എ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ. ഇത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ആർഗ്യുമെന്റ് കൊടുക്കുകയാണ്, ഇന്റ് എ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ്. ഇത് ചുമ്മാ എക്സ് ഈക്വൽ ടു എ എന്ന് ഡിക്ലെയർ ചെയ്യാം. ഇത് ഒരു ചെറിയ ലൈൻ ഓഫ് കോഡ്. ഇങ്ങനെയാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ടാവാന്ന് കാണിക്കാൻ മാത്രം. പിന്നെ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ കൺസ്ട്രക്ടർ യൂസ് ടു ക്രിയേറ്റ് എ ന്യൂ ഒബ്ജക്ട് ആസ് എ കോപ്പി ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഒബ്ജക്ട്. അതായത് ഓൾറെഡി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടർ ആണ് കോപ്പി കൺസ്ട്രക്ടർ. കോപ്പി കൺസ്ട്രക്ടർ അങ്ങനെ ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല, പിന്നെ ഞാൻ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടർ വന്നുകൊണ്ട് പറഞ്ഞു നോക്കാം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രണ്ട് ഫംഗ്ഷൻ. എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ, പിന്നെ അതിനെ യൂസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം, അങ്ങനെയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ആൻഡ് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഓക്കെ, ഫ്രണ്ട് ഫംഗ്ഷൻ പറയുന്നതിന് മുന്നേ ഈ 3 ടൈപ്സ് ഓഫ് ആക്സസ് സ്പെസിഫയർ ഉണ്ട്. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്ട്. അതായത് ഒരു ക്ലാസിന്റെ ഡാറ്റ ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡിഫൈൻ ചെയ്യുന്ന സംഭവമാണ് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം ആക്സസ് ചെയ്യാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രൊട്ടക്റ്റഡ് ക്ലാസ്സിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പം ഈ പ്രൈവറ്റിന്റെ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇഫ് there's a situation where we have to access the data from a private class. പ്രൈവറ്റ് ക്ലാസിന്റെ ഡാറ്റ ആക്സസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഫ്രണ്ട് ഫംഗ്ഷൻ. ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ക്ലാസ് ബട്ട് ഈസ് അലൗഡ് ടു ആക്സസ് പ്രൈവറ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ക്ലാസ്. അതായത് പ്രൈവറ്റും പ്രൊട്ടക്റ്റഡും ക്ലാസ്സിലെ ഡാറ്റ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഫ്രണ്ട് ഫംഗ്ഷൻ.
അതാണ് ഫ്രണ്ട് ഫംഗ്ഷൻ ഈസ് ഗിവൺ സ്പെഷ്യൽ പെർമിഷൻ ടു ആക്സസ് പ്രൈവറ്റ് ഡാറ്റ. അതിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. രണ്ട് പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബോക്സിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇങ്ങനെ ചോദിക്കില്ല, എന്നാലും ഫ്രണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പ്രൈവറ്റ് ക്ലാസിന്റെ ഉള്ളിൽ വേണം ഡിക്ലെയർ ചെയ്യാൻ. ഇവിടെ ഞാൻ ഡിക്ലെയർ ചെയ്തത് ഫ്രണ്ട് ഫംഗ്ഷൻ ഈ ബോക്സ് എന്ന് പറഞ്ഞ പ്രൈവറ്റ് ക്ലാസിന്റെ ഉള്ളിലാണ്. ഡിക്ലറേഷൻ ക്ലാസിന്റെ ഉള്ളിലാണെങ്കിലും ഡെഫിനിഷൻ ക്ലാസിന്റെ പുറത്താണ്. അങ്ങനെ വേണം ഫ്രണ്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം കീവേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിന് ഒരു അർത്ഥമില്ല, ചുമ്മാ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ ഫ്രണ്ട് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് വേണം ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ. ആൻഡ് അത് ക്ലാസിന്റെ ഉള്ളിലായിരിക്കണം, ഡെഫിനിഷൻ ക്ലാസിന്റെ പുറത്താണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താ പറയാ ബോക്സിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് എന്റെ കൺസ്ട്രക്ടർ ആണ്. ആൻഡ് അത് ഞാൻ വിഡ്ത്തിന്റെ വാല്യൂ കൺസ്ട്രക്ടറിന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. പിന്നെ എന്റെ ഡിസ്പ്ലേ ഫംഗ്ഷനിൽ ബോക്സിന്റെ വിഡ്ത്ത് ഡിസ്പ്ലേ ആണ്. അതാണ് വിഡ്ത്ത് ഓഫ് ബോക്സ് 10.5 എന്ന് പറഞ്ഞത്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പ്രോഗ്രാം എന്താ ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് വാല്യൂസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് കണ്ടിരുന്നു. അതാണ് ഈ ഫംഗ്ഷൻ. അപ്പൊ ഇങ്ങനെ രണ്ട് പ്രൈവറ്റ് ക്ലാസ്സിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് ക്ലാസ്, അതായത് ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സെക്കൻഡ് ക്ലാസ് ഉള്ളത്, അതിന് ഫോർവേഡ് ഡിക്ലറേഷൻ ചെയ്യണം. ഫോർവേഡ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഡിക്ലെയറിംഗ് ദ ക്ലാസ് ബിഫോർ ദ ഡെഫിനിഷൻ. അതായത് ഇവിടെ ഞാൻ ചുമ്മാ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്ലാസ് ബി. ചുമ്മാ ഇല്ല, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ഓരോ ക്ലാസിന്റെ ഉള്ളിലാണ്. അപ്പൊ ക്ലാസ് എന്റെ ഉള്ളിൽ ഞാൻ ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ടൈമില് എന്റെ സം എന്താ എയും കോമ ബി ആണ്. കാരണം രണ്ടെണ്ണത്തിന്റെ സം ആണല്ലോ, അപ്പൊ എയും ബിയും വേണമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ എ കോമ ബി എന്ന് ചെയ്യുന്ന സമയത്ത് കമ്പൈലറിന് അറിയില്ല ബി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെന്നും അതിന്റെ ഉള്ളിൽ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്നും. അപ്പൊ നമ്മൾ ബി എന്ന് പറഞ്ഞ ക്ലാസ് നേരത്തെ ഡിക്ലെയർ ചെയ്ത് വെക്കണം. അതാണ് ഫോർവേഡ് ഡിക്ലറേഷൻ. ഓക്കെ, അപ്പം ക്ലാസ് എയില് ഞാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇതെന്റെ കൺസ്ട്രക്ടർ ആണ്. എക്സിന് വാല്യൂ ഞാൻ അസൈൻ ചെയ്തു. എന്നിട്ട് ഫ്രണ്ട് ഫംഗ്ഷൻ ഞാൻ ഡിക്ലെയർ ചെയ്തു ഇൻഡ് സം എ കോമ ബി. പിന്നെ എന്റെ ക്ലാസ് ബിനെ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്. ക്ലാസ് ബി വൈ ഡിക്ലെയർ ചെയ്തു, പിന്നെ വൈനെ അസൈൻ ചെയ്തു. വീണ്ടും ഞാൻ ഫ്രണ്ട് ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്യാണ്. കാരണം എന്താ, രണ്ട് എയും ബിയും പ്രൈവറ്റ് ആണ്, എനിക്ക് രണ്ടിന്നും ഡാറ്റ വേണം. അപ്പൊ ഞാൻ രണ്ട് ക്ലാസ്സിലും ഫ്രണ്ട് ഫംഗ്ഷന് ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞ് എല്ലാ ക്ലാസ്സിന്റെയും പുറത്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം എന്റെ ഒബ്ജക്റ്റ് ഒബ്ജക്ട് 1, ബിന്റെ ഒബ്ജക്റ്റ് ഒബ്ജക്ട് 2 ആൻഡ് റിട്ടേൺ ഒബ്ജക്ട് 1 ഡോട്ട് എക്സ് ഒബ്ജക്ട് 2 ഡോട്ട് എക്സ് എന്റെ ആണ്, വൈ ബിന്റെ ആണ്. അപ്പൊ ഇത് ചുമ്മാ ഒരു സമ്മ് കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ മെയിൻ ഫംഗ്ഷന്റെ പുറത്താണ് കേട്ടോ. മെയിൻ ഫംഗ്ഷനിൽ പോയിട്ട് ഞാൻ എന്റെ ഒബ്ജക്ട് 1 10 ആന്ന് പറയും, ബിന്റെ ഒബ്ജക്ട് 2 20 ആന്ന് പറയും. സി ഔട്ട് സം കണ്ടുപിടിക്കാൻ വേണ്ടി എന്റെ സം ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് കിട്ടും 30. ഫ്രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്നത് ക്ലാസിന്റെ ഉള്ളിലും ഡിഫൈൻ ചെയ്യുന്നത് ക്ലാസിന്റെ പുറത്തുമാണ്. ആൻഡ് രണ്ട് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഫോർവേഡ് ഡിക്ലറേഷൻ ചെയ്ത് വെച്ചിരിക്കണം, ഇല്ലെങ്കിൽ എറർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതാണ് ഫ്രണ്ട് ഫംഗ്ഷൻ. ഫ്രണ്ട് ഫംഗ്ഷൻ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റർ. അത് പക്ഷെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ എങ്ങാനും ചോദിച്ചാൽ
എന്നുള്ളൊരു ഇതിൽ കൊടുത്തതാണ്. ഒന്നുമില്ല, ജസ്റ്റ് ന്യൂ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക്കലി അലോക്കേറ്റ് മെമ്മറി. ഡൈനാമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കമ്പൈലർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ന്യൂ ഓപ്പറേറ്റർ. അതിന്റെ ഒരു സിന്റാക്സ് ആണ് ഇത്. ന്യൂ ഇന്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. പിന്നെ ഡിലീറ്റ് ഓപ്പറേറ്റർ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ ന്യൂ ഓപ്പറേറ്റർ മെമ്മറി അലോക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ഓപ്പറേറ്റർ ആ മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. അതാണ് ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സ്. പിന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ പിന്നെ ചോദിച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ദിസ് പോയിന്റർ എന്താന്നുള്ളതാണ്. ദിസ് പോയിന്റർ എന്ന് പറയുമ്പോൾ ദിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് എന്നുള്ള ഒരു ഇതാണല്ലോ. അപ്പൊ ദിസ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പോയിന്റ്സ് ടു ദ കറന്റ് ഒബ്ജക്ട് ഓഫ് ദ ക്ലാസ്. അതായത് ഇപ്പൊ ഒരു ദിസ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈ ക്ലാസിന്റെ കറന്റ് ഒബ്ജക്റ്റ് ആണെന്ന് കാണിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ദിസ് പോയിന്റർ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം കൺസ്ട്രക്ടറിനും ഒരു വേരിയബിളിനും സെയിം നെയിം വന്നു കഴിഞ്ഞാൽ അല്ല അതന്നെ ഇത് കൺസ്ട്രക്ടർ അല്ല ഇത് ഒബ്ജക്റ്റ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ് ദിസ് പോയിന്റർ. അതിന്റെ കോഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇത് എന്റെ ഒബ്ജക്റ്റ് ആണ്, സോറി ഡാറ്റ മെമ്പർ ആണ്, ക്ലാസ് മെമ്പർ ആണ്. എന്റെ ക്ലാസ് സ്റ്റുഡന്റ്, അതിലെ മെമ്പർ ആണ് ഏജ്. അപ്പം എന്റെ ഫംഗ്ഷൻ ആണ് സെറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ട്. അതിലും ഞാൻ ഇൻഡ് ഏജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ദിസ് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിസ് എന്താ, ഇറ്റ് ഈസ് യൂസ് ടു പോയിന്റ് ദ കറന്റ് ഒബ്ജക്ട് ഓഫ് ദ ക്ലാസ്. അപ്പൊ ഈ ഏജ് എന്ന് പറയുന്നത് ഈ സ്റ്റുഡന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണെന്ന് കാണിക്കാനാണ് ഇവിടെ ഈ ദിസ് പോയിന്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഏജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏജ് എന്ന് പറയുന്നത് എന്താ, ഈ വേരിയബിൾ ആണ്, ഈ വേരിയബിളിലോട്ട് വരുന്ന വാല്യൂ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിന്റെ ഏജ് എന്ന് പറഞ്ഞ മെമ്പറിലോട്ട് ഈ നമ്മുടെ ഞാൻ എൻ്റർ ചെയ്യുന്ന ഏജ് വാല്യൂ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ തന്നെ പ്രോഗ്രാം വരുന്നല്ല, ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞതാണ്. ഇപ്പൊ രണ്ട് സംഭവങ്ങൾക്ക് ഒരേ നെയിം ആണെങ്കിൽ ക്ലാസ് മെമ്പർ ഏതാന്ന് കാണിക്കാനായിട്ട് നമ്മൾ ദിസ് പോയിന്റർ യൂസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ടും സെയിം നെയിം കൊടുത്തതാണ്. അപ്പം ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏജ് പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ആൻഡ് ഞാൻ ക്ലാസ്സിൽ മെമ്പർ ഉണ്ടാക്കി S1. S1ന് ഞാൻ 20 ആണെന്ന് പറഞ്ഞു ഒബ്ജക്റ്റ് ഉണ്ടാക്കി S1. ഒബ്ജക്റ്റിന് ഞാൻ 20 ഏജ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പ്രിന്റ് കൊടുത്തപ്പം ഏജ് 20 എന്ന് പറഞ്ഞു. ദിസ് പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് പോയിന്റ്സ് ടു ദ കറന്റ് മെമ്പർ ഓഫ് ദ ക്ലാസ്. അതാണ് ദിസ് പോയിന്റർ. മൊഡ്യൂൾ 2 മെയിൻ ആയിട്ട് കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടേഴ്സ്, പിന്നെ ഫ്രണ്ട് ഫങ്ഷൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. മൊഡ്യൂൾ 3 വരുമ്പം മെയിൻ ആയിട്ട് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസിന്റെ തിയറിയും പിന്നെ അതിന് റിലേറ്റഡ് പ്രോഗ്രാം ക്വസ്റ്റ്യനും വരാം. പിന്നെ ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, അതൊക്കെയാണ്. വെർച്വൽ ബേസ് ക്ലാസ്സും അബ്സ്ട്രാക്ട് ക്ലാസ്സും. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പം inheritance എന്ന് പറഞ്ഞാൽ it is a property by which a class can acquire the property of another class. അപ്പൊ ഇൻഹെറിറ്റൻസ് പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിയൽ, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അപ്പം ഇൻഹെറിറ്റൻസിൽ വരുമ്പോ ഇപ്പൊ സപ്പോസ് ഇതൊരു ക്ലാസ് ആണെന്ന് വെച്ചാൽ ഇതൊരു ഇൻഹെറിറ്റൻസ് ആണ്. എ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഐ എന്ന് പറഞ്ഞ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാൻ. അപ്പൊ ക്ലാസ് ഹൂസ് പ്രോപ്പർട്ടീസ് ആർ ഇൻഹെറിറ്റഡ് ഈസ് കോൾഡ് എന്താ, ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്. എനിക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കച്ചറയായിട്ട് വരുന്നത്.
അപ്പം എന്താ ക്ലാസ് ഹൂസ് പ്രോപ്പർട്ടി ഈസ് ഇൻഹെറിറ്റഡ് ബൈ അനദർ ക്ലാസ് ഇസ് കോൾഡ് ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരന്റ് ക്ലാസ്. പിന്നെ ഇതാണ് ഈ ക്ലാസ് ആണ് ഈ എ എന്ന് പറഞ്ഞ ക്ലാസിന്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഡിറൈവ് ക്ലാസ് ആണ്. ക്ലാസ് ഹു ഇൻഹെറിറ്റ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അനദർ ക്ലാസ് ഇസ് കോൾഡ് ഡിറൈവ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. അപ്പം ബേസ് ക്ലാസിന്റെ മറ്റൊരു പേര് പാരന്റ് ക്ലാസ് ആണെങ്കിൽ ഡിറൈവ് ക്ലാസിന്റെ മറ്റൊരു പേര് ചൈൽഡ് ക്ലാസ് ആണ്. ഓക്കെ. പിന്നെ എന്തുവാ സിംഗിൾ ഇൻഹെറിറ്റൻസ്. സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് ഇസ് ഡിറൈവ്ഡ് ബൈ അനദർ ക്ലാസ്. ഓക്കെ. അതായത് ഐ എന്ന് പറഞ്ഞൊരു ക്ലാസ് ആണെന്ന് വെച്ചോ, അതിന്റെ പ്രോപ്പർട്ടീസ് വി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒറ്റ ഇൻഹെറിറ്റൻസ് മാത്രമേ നടക്കുന്നുള്ളൂ. അതിനെയാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് വൺ ക്ലാസ് ഇസ് ഡിറൈവ്ഡ് ബൈ അനദർ ക്ലാസ്. അതിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലൈബ്രറി സിസ്റ്റം. ഇങ്ങനെ ലൈബ്രറി സിസ്റ്റം, എംപ്ലോയി ഡീറ്റെയിൽസ്, പിന്നെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് മൊഡ്യൂൾ 3നും മൊഡ്യൂൾ 4നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ അല്ല, എന്നാലും സിമ്പിൾ ആണ്. ലൈബ്രറി സിസ്റ്റം എന്നുള്ള പ്രോഗ്രാം ആണ്. ഈ പ്രോഗ്രാം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ എന്റെ ലൈബ്രറി സിസ്റ്റത്തിലോട്ട് ബുക്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ടൈറ്റിൽ ഓഫ് ഓക്കെ. അപ്പൊ ഞാൻ ഒരു ബുക്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തു, അതിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യും. അപ്പൊ അതൊരു സിമ്പിൾ പ്രോഗ്രാം ആണ്. ബട്ട് ഇപ്പൊ നമുക്കൊരു 3-4 ബുക്സിന്റെ എൻ്റർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൂപ്പ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യണം. ഞാൻ ലൂപ്പ് കൊടുത്തിട്ടില്ല, ബിക്കോസ് എനിക്ക് ഒരെണ്ണം മാത്രം എൻ്റർ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബേസ് ക്ലാസ് പബ്ലിക്കേഷൻ ആണ്. പബ്ലിക്കേഷനിൽ ഞാൻ ടൈറ്റിലിന്റെയും ഓതറിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ബേസ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ബേസ് ക്ലാസ്സിലോട്ടുള്ള ഡാറ്റയാണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. എന്റെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കാണ്. ക്ലാസ് ബുക്ക് എന്ന് പറയുന്നത് പബ്ലിക്കേഷന്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അപ്പം നമ്മളൊരു ഡിറൈവ്ഡ് ക്ലാസ്സിന് മെൻഷൻ ചെയ്യുമ്പോൾ അല്ല ഡിക്ലെയർ ചെയ്യുമ്പം ക്ലാസ്, ആ ക്ലാസിന്റെ പേര് കോളൻ പബ്ലിക് മറ്റേ ബേസ് ക്ലാസിന്റെ പേര്, അങ്ങനെയായിരിക്കും ഡിക്ലെയർ ചെയ്ത് വെക്കുക. അപ്പം എന്റെ ബുക്ക് എന്ന് പറഞ്ഞ ക്ലാസ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബുക്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിന് പബ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, അത് ഡിറൈവ്ഡ് ക്ലാസ് ആയാൽ. അപ്പം ബുക്കിൽ ഞാൻ ആക്സസ് നമ്പറും ഇയർ ഓഫ് പബ്ലിക്കേഷനും കൊടുത്തു. ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിൽ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. ഇതിപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. ഒരു ഒറ്റ ക്ലാസ്സിൽ തന്നെ ടൈറ്റിൽ ഓഫ് ബുക്കും ഓതറും ആക്സസ് നമ്പറും ഇയറും ഒക്കെ കൊടുക്കാം. പക്ഷെ എനിക്ക് സിംഗിൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ 2 ക്ലാസ് ആക്കി ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഒരു ബുക്കിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പം ഒരു 5-6 ബുക്കൊക്കെ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ ഓഫ് ബുക്സ് കൊടുക്കണം. എന്താ സി ഔട്ട് എൻ്റർ ദ നമ്പർ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു നമ്പർ സ്റ്റോർ ചെയ്ത് പിന്നെ അത് ലൂപ്പിൽ ഇട്ടിട്ട് വേണം എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ലൈബ്രറി സിസ്റ്റം എന്ന് ഇവിടെ ഒരു ഫോർ ലൂപ്പ് ഒക്കെ കൊടുത്ത് ചെയ്യണം. ഇപ്പം ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അങ്ങനെ ലൂപ്പ് ഒക്കെ കൊടുത്ത് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. ബട്ട് വരുവാണെങ്കിൽ ലൂപ്പ് ഇട്ട് ചെയ്യണമെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇത് സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഇനി മൾട്ടിപ്പിൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ എന്ന് പറയുമ്പം ഇപ്പം വി എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു യുന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു എക്സിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന അപ്പം ഇങ്ങനെ പല ലെവൽ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഇത് ലെവൽ 1,
ഇത് ലെവൽ 2, ഇത് ലെവൽ 3. അപ്പൊ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഹാപ്പനിങ്. അപ്പം ഇപ്പം സപ്പോസ് ഈ ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ്. It derives properties of another class which itself is a derived class of the base class. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ആണ് എന്നിന്റെ യുവിന്റെ, പക്ഷെ യു ഇറ്റ്സെൽഫ് ഈസ് എ ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് ദ ബേസ് ക്ലാസ് വി. അപ്പൊ ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബേസ് ക്ലാസ് എന്ന് പറയുന്നത് വി ആണ്. അതിന്റെ ഡിറൈവ്ഡ് ക്ലാസ് യു, യുവിന്റെ ഡിറൈവ്ഡ് ക്ലാസ് എക്സ്. അപ്പൊ അങ്ങനെ പല ലെവൽസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉള്ളതിനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു 2 ക്ലാസ് ഉണ്ട്, സിയും ബിയും. ഇത് രണ്ടിൽ നിന്നും ഒരു വേറൊരു ക്ലാസ് യു എന്ന് പറഞ്ഞ ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യാന്ന് വെച്ചു. ഇതിനെയാണ് എന്താ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതായത് a class derives its properties from 2 or more classes. അപ്പം ഇവിടെ 2 തന്നെ വേണമെന്നില്ല, 3 ആവാം, 4 ആവാം, അങ്ങനെ എത്ര വേണേ ആവാം. അപ്പം സോ ഈ ഡിറൈവ് ക്ലാസ്, ഈ യു എന്ന് പറയുന്ന ഡിറൈവ് ക്ലാസ് അതിന്റെ പ്രോപ്പർട്ടീസ് വേറെ 2 അല്ലെങ്കിൽ 2ൽ കൂടുതൽ ക്ലാസ്സസ് ഡിറൈവ് ചെയ്യുമ്പോഴാണ് അതിന്റെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് സിംഗിൾ ഇൻഹെറിറ്റൻസും പിന്നെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഒരു എ എന്ന് പറഞ്ഞ ക്ലാസ്, അതിന് ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു സി, മറ്റൊരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നു സെക്കൻഡ് മൊഡ്യൂൾ. ആ സെക്കൻഡ് മൊഡ്യൂളിലാണ് മറ്റേ കൺസ്ട്രക്ടർ ഡിസ്ട്രക്ടർ അതൊക്കെ വരുന്നത്. അതെ, കൺസ്ട്രക്ടർ ഡിസ്ട്രക്ടർ ഫ്രണ്ട് ഫംഗ്ഷൻ ഒക്കെ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിലാണ്. ഓക്കെ അല്ലേ? ഇത് പറയട്ടെ എന്നാല്. എന്താ പറഞ്ഞ ഹെറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. അപ്പം എ എന്ന് പറഞ്ഞ ഒരു ക്ലാസ്, അതിനകത്ത് നിന്ന് സി ഡിറൈവ് ചെയ്യുന്നു, പിന്നെ വി ഡിറൈവ് ചെയ്യുന്നു, പിന്നെ എക്സ് ഡിറൈവ് ചെയ്യുന്നു. അപ്പം ഒരു ബേസ് ക്ലാസ് നിന്ന് മറ്റ് മൾട്ടിപ്പിൾ ഡിറൈവ് ക്ലാസ്സസ് ഉണ്ടാവുന്നതിനെയാണ് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം a base class having multiple derived class is called hierarchical inheritance. പിന്നെ ഫൈനലി വരുന്നത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പം പേര് പോലെ തന്നെ, അതായത് 2 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അതിപ്പം ഒരു സി എന്ന് പറഞ്ഞ ക്ലാസ്, ഡി എന്ന് പറഞ്ഞ ക്ലാസ്, അതിൽ നിന്ന് എക്സ്, പിന്നെ പേര് ഇത് വൈ. അപ്പോ ഇതെന്തോ, ഇത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്സിന് 2 ഡിറൈവ് ക്ലാസ് ഉള്ളത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. സിയും ഡിയും, അതായത് 2 ബേസ് ക്ലാസ്സിൽ നിന്ന് എക്സ് ഡിറൈവ് ചെയ്യാണ്, അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ഇൻഹെറിറ്റൻസ്. അതിപ്പം ഇതന്നെ ആവണമെന്നില്ല, ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആവാം, പിന്നെ ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആവാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. അപ്പൊ അതാണ് ഇൻഹെറിറ്റൻസിന്റെ തിയറി. പിന്നെ വെർച്വൽ ബേസ് ക്ലാസ്.
അപ്പം വെർച്വൽ ഫംഗ്ഷനും ഉണ്ട്, വെർച്വൽ ബേസ് ക്ലാസ്സും ഉണ്ട്. വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെമ്പർ ഫംഗ്ഷൻ ഇസ് എ ബേസ് ക്ലാസ് ദാറ്റ് യു എക്സ്പെക്ട് ടു ഓവർറൈഡ് ഇൻ ഡിറൈവ് ക്ലാസ്. അത് നമ്മൾ ബേസ് ക്ലാസ്സിൽ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിറൈവ് ക്ലാസ്സിനെ നമ്മൾ അതിനെ ഓവർറൈഡ് ചെയ്യും. ഒന്നുകിൽ അതായത് എന്താ പറയാ, ഓവർറൈഡ് ചെയ്യും. അതായത് എക്സിസ്റ്റിംഗ് ഇൻ എഫക്ട് നോട്ട് ഇൻ റിയാലിറ്റി. അതായത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം അത് എക്സിസ്റ്റ് ചെയ്യും, ബട്ട് ആക്ച്വലി റിയാലിറ്റി അത് ഇല്ല. എങ്ങനെ പറഞ്ഞത്, അതാണ് ഡെഫിനിഷൻ. അതായത് നമ്മൾ ബേസ് ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്ത് ഇടുന്നുള്ളൂ, പക്ഷെ ബേസ് ക്ലാസ്സിൽ യൂസ് ചെയ്യില്ല. ആൻഡ് ഡിറൈവ് ക്ലാസ്സിൽ വരുമ്പോൾ അത് ഓവർറൈഡ് ആവുകയും ചെയ്യും. അതാണ് വെർച്വൽ ഫംഗ്ഷൻ. പിന്നെ പ്യോർ വെർച്വൽ ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് ഫംഗ്ഷൻ ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വോയിഡ് ഡിസ്പ്ലേ, വോയിഡ് അല്ല, ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു 0 അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ ഒരു വെർച്വൽ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ആസ് 0 എന്ന് പറയുന്നതിനെയാണ് പ്യോർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വെർച്വൽ ഫംഗ്ഷൻ ഡിക്ലെയർഡ് ആസ് 0 അതിനെയാണ് പ്യോർ വെർച്വൽ ഫംഗ്ഷൻ. അതിന് ബേസ് ക്ലാസ്സിൽ ഇംപ്ലിമെന്റേഷൻ ഒന്നും ഇല്ല, ബട്ട് ഇറ്റ് ഇസ് ഓവർ റിട്ടഡ് ഇൻ ഡിറൈവ് ക്ലാസ്. അപ്പൊ നമ്മൾ വെർച്വൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വെർച്വൽ എന്നുള്ള കീവേഡ് കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ പഠിക്കും, ഇപ്പൊ ഇൻലൈൻ, ഫ്രണ്ട്, വെർച്വൽ പഠിച്ചു. അപ്പം ഇങ്ങനെ ഓരോന്ന് പറയുമ്പം ആ കീവേഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അതൊന്നും ആ ഫംഗ്ഷൻസേ അല്ല, ചുമ്മാ ഒരു ഫംഗ്ഷൻസ് ആയി പോകും. അപ്പം കീവേഡ് പ്രോഗ്രാം എഴുതുന്ന ടൈമിൽ കീവേഡ് എഴുതാൻ മറക്കരുത്. പിന്നെ വെർച്വൽ ബേസ് ക്ലാസ്. വെർച്വൽ ബേസ് ക്ലാസ് വരുന്ന ഒരു കണ്ടീഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു ക്ലാസ് എക്സും വൈയും ഡിറൈവ് ചെയ്യുന്നു, ആൻഡ് എക്സും വൈയും ഒരു സി എന്ന് പറഞ്ഞ ക്ലാസ് ഡിറൈവ് ചെയ്യും. അപ്പൊ എന്റെ പ്രോപ്പർട്ടീസ് എക്സിനും കിട്ടും വൈനും കിട്ടും. സെയിം പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. എന്റെ സെയിം പ്രോപ്പർട്ടീസ് എക്സിനും കിട്ടും വൈനും കിട്ടും. ഇതേ സെയിം പ്രോപ്പർട്ടീസ് രണ്ട് സ്ഥലത്തുനിന്നും സിയിലും കിട്ടും. അപ്പൊ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രോപ്പർട്ടി 2 പ്രാവശ്യം സിയിലോട്ട് വരും. അത് ആക്ച്വലി ഒരു എററാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ ആണ് നമ്മൾ വെർച്വൽ ബേസ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ് ആൻഡ് വൈനെ നമ്മൾ വെർച്വൽ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർട്ടി, എന്റെ പ്രോപ്പർട്ടി എക്സ് വൈ ഇൻഹെറിറ്റ് ചെയ്യും, ബട്ട് സി ഒറ്റ തവണ മാത്രമേ ഈ സെയിം പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഈ 2 തവണ ഇൻഹെറിറ്റ് ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. അതിന്റെ പ്രോഗ്രാമിന്റെ ഓക്കെ. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ് എന്താ ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, പബ്ലിക് ആണ്. ആൻഡ് ഒരു പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ചുമ്മാ ദിസ് ഈസ് ക്ലാസ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ആൻഡ് ഈ ക്ലാസ് ബി എന്ന് പറയുന്നത് എന്റെ തന്നെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്, സിയും എന്റെ ഡിറൈവ്ഡ് ക്ലാസ് ആണ്. സി വെർച്വൽ പബ്ലിക് എ ഞാൻ ഇവിടെ വെർച്വൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ് ബിയും ക്ലാസ് സിയും വെർച്വൽ ക്ലാസ്സസ് ആണ്, വെർച്വൽ ബേസ് ക്ലാസ് ആണ്. ആൻഡ് ഡി, ഈ 2 ബിന്റെയും സിന്റെയും ഡിറൈവ് ക്ലാസ് ആണ്. അതാണ് പബ്ലിക് ബി പബ്ലിക് സി എന്ന് കൊടുത്ത്. ഈ ക്ലാസ്സസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ബട്ട് ജസ്റ്റ് ഡിറൈവ് ക്ലാസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ എന്റെ മെയിൻ ഫംഗ്ഷനിൽ ഞാൻ ഡിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, ഡി ഡോട്ട് പ്രിന്റ് എന്ന് കോൾ ചെയ്യും. അപ്പം ഇത് പ്രിന്റ് ആവും, കാരണം ഈ ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ബിയും സിയും ഡിയും ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഞാൻ ഇവിടെ വെർച്വൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എറർ വരും. കാരണം എന്താ, ഈ എന്റെ പ്രോപ്പർട്ടീസ് ബിയും സിയും ഡിറൈവ് ചെയ്യുന്നുണ്ട്.
ആൻഡ് സെയിം പ്രോപ്പർട്ടി തന്നെ ഡിയും ഡിറൈവ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പ്രിന്റ് ബിന്ന് ഡിറൈവ് ചെയ്യും, സിന്നും ഡിറൈവ് ചെയ്യും. അപ്പൊ ഇതിനറിയില്ല എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ പ്രിന്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബിന്ന് ഡിറൈവ് ചെയ്തതാണോ സിന്ന് ഡിറൈവ് ചെയ്തതാണോ. അപ്പൊ അത് ഇങ്ങനെ ഒരു ഇഷ്യൂ മാറ്റാനാണ് നമ്മൾ വെർച്വൽ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. വെർച്വൽ കൊടുത്തു കഴിഞ്ഞാൽ എറർ ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് ബിയും സിയും വെർച്വൽ ബേസ് ക്ലാസ് ആണ്. ഡീന് അപ്പോൾ കമ്പൈലറിന് മനസ്സിലാവും ഓക്കെ ഇത് വെർച്വൽ ആണ്, ഇത് ഒരു പ്രാവശ്യം ആ പ്രോപ്പർട്ടി വന്നാൽ മതി എന്നുള്ളത്. വെർച്വൽ ബേസ് ക്ലാസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു റിസോൾവ് ആംബിഗ്വിറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ 2 ക്ലാസ് ഒന്നും ഡിറൈവ് ചെയ്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പൊ അവിടെ ഒരു അൺസർട്ടനിറ്റി വരും. അപ്പൊ അത് റിസോൾവ് ചെയ്യാനാണ് വെർച്വൽ ബേസ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഫങ്ഷൻ ഓവർലോഡിങ്, പിന്നെ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഒക്കെ. ഫങ്ഷൻ ഓവർലോഡിങ് ഓക്കെ, ഞാൻ ഫങ്ഷൻ ഓവർലോഡിങ് കോഡ് ചെയ്തില്ല. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു PYQല്. അപ്പൊ PYQ ആണോ ഇന്റേണൽ ആണോ എനിക്ക് ഓർമ്മയില്ല, ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് യൂണറി മൈനസും ബൈനറി പ്ലസും ഓവർലോഡ് ചെയ്യാനായിരുന്നു. അപ്പൊ യൂണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓൺലി ഡൂയിങ് ദ ഓപ്പറേഷൻ ഓൺ 1 വേരിയബിൾ. ഒരു വേരിയബിളിൽ ചെയ്യുന്ന ഓപ്പറേഷന് പറയുന്ന ഓപ്പറേറ്ററിനെയാണ് യൂണറി ഓപ്പറേറ്റർ. ബൈനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേരിയബിളിന് ചെയ്യുന്ന ഓപ്പറേഷൻ. അതായത് ബൈനറി പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B, അതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. യൂണറി മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മളൊരു നമ്പറിന് നെഗറ്റീവ് എടുക്കുക, 9നെ -9 ആക്കാനായിട്ട് ചെയ്യുന്നതാണ് യൂണറി മൈനസ്. അതിന് ചെയ്തൊരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ് ഇത്. അപ്പൊ നമ്മള് ക്ലാസ് നമ്പർ എന്ന് പറഞ്ഞ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നു, വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, പിന്നെ കൺസ്ട്രക്ടർ ടു ഇനീഷ്യലൈസ് ദ വാല്യൂ. അപ്പം അതായത് ഇത് ഡീഫോൾട്ട് ആണ്. വാല്യൂന്, അതായത് ഞാൻ വാല്യൂ ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വാല്യൂ 0 ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ എന്റെ കൺസ്ട്രക്ടർ എന്തുവാ, ക്ലാസ് എന്തുവാ, നമ്പർ അല്ലേ. അപ്പൊ സെയിം വാല്യൂ സെയിം നെയിം വെച്ചിട്ട് വേണം കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്യാൻ. അതാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തത്. ആൻഡ് ഓപ്പറേറ്റർ മൈനസ്, ഞാനിവിടെ എന്നോട് പറഞ്ഞത് യൂണറി മൈനസ് ഓവർലോഡ് ചെയ്യാനാണ്. അപ്പൊ ഇങ്ങനെയാണ് സിന്റാക്സ് വരിക. കൺസ്ട്രക്ടർ നെയിം, ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്ററിന്റെ സിമ്പിൾ. അപ്പം ഈ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്പറിന്റെ ആ വാല്യൂനെ നെഗറ്റീവ് ആക്കുന്നു. അപ്പൊ ഞാൻ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു നമ്പർ മൈനസ് വാല്യൂ. ഈ വാല്യൂ എന്താ, ഇവിടെ പറഞ്ഞ ആ വാല്യൂ. ആൻഡ് ആ വാല്യൂലോട്ട് ഞാൻ ഇവിടെ എന്താണ് കൊടുക്കുന്നത് അത് പാസ്സാവും. ഓക്കെ, അവിടെ N3. പിന്നെ ഓവർലോഡ് ചെയ്യാൻ പറഞ്ഞത് ബൈനറി പ്ലസ് ആണ്. അപ്പൊ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യാം. അപ്പോഴും കൺസ്ട്രക്ടർ, ഓപ്പറേറ്റർ സിമ്പിൾ. പക്ഷെ ഇവിടെ ഓവർലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ബൈനറി ഓപ്പറേഷൻ ആണല്ലോ, അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും സിന്റാക്സ് ഉണ്ടാവുക. കോൺസ്റ്റ് നമ്പർ ആൻഡ് n. ഇവിടെ n എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എന്താ പറയാ, ഒരു വേരിയബിൾ പാസ് ചെയ്യുമല്ലോ, അതാണ് n. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഒബ്ജക്ട് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ പ്ലസ് ഓപ്പറേറ്റർ. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ n4 = n1 + n2 എന്ന് കൊടുത്തു. അപ്പൊ ഈ റൈറ്റ് സൈഡ് ഓഫ് ദ പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ n2. ഈ n2നെ റെപ്രസെന്റ് ചെയ്യാനാണ് ഈ സംഭവം കൊടുക്കുന്നത്, കോൺസ്റ്റ് നമ്പർ ആൻഡ് n എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ബൈനറി ഓപ്പറേറ്റർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. പിന്നെ ഞാനിവിടെ അതായത് ഇതേ മെത്തേഡിൽ പ്രോഗ്രാം ചെയ്യണം എന്നല്ല, ബട്ട് സിന്റാക്സ് ഒക്കെ സിമിലർ ആയിരിക്കും. പിന്നെ ഞാൻ നമ്പർ ഒരു ടെമ്പററി ഒബ്ജക്റ്റിന് ഡിക്ലെയർ ചെയ്തു. ആൻഡ് temp.val = ഇവിടെ വന്നിട്ടുണ്ട് ദിസ് വാൽ. ദിസ് വാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് ഒബ്ജക്ട് ഓഫ് ദ ക്ലാസ്, അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ദിസ് പോയിന്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് +n.val.
ഈ നമ്മൾ എന്നിൽ കൊടുത്തിട്ടുള്ളതിന്റെ വാല്യൂ, അതായത് പ്ലസിന്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആയിരിക്കും എൻ ഡോട്ട് വാല്യൂ വരിക. എന്നിട്ട് റിട്ടേൺ ടെമ്പ് എന്ന് പറഞ്ഞിട്ട് വരും. ഫംഗ്ഷനിൽ ഞാൻ N1 ഡിസ്പ്ലേ ചെയ്യുന്നു, N2 ഡിസ്പ്ലേ ചെയ്യുന്നു, യൂണറി മൈനസ്. N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1ന്റെ മൈനസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ അത് ഓവർലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈനസ് അതായത് നെഗറ്റീവ് ആണ് കാണിക്കേണ്ടത്. പിന്നെ യൂണറി പ്ലസ് N4 ഈക്വൽ ടു N1 പ്ലസ് N2 എന്ന് പറയുമ്പോൾ അതും ഞാൻ ഓവർലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ചെയ്തത്, ദിസ് വാൽ പ്ലസ് N ഡോട്ട് വാൽ എന്ന് ചെയ്തിട്ടില്ലേ, അതാണ് ഓവർലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് റൺ ചെയ്യുമ്പം ഔട്ട്പുട്ട് വരും. പിന്നെന്നുള്ളത് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന്റെ ഫംഗ്ഷൻ, അതായത് ഇപ്പൊ നേരത്തെ കാണിച്ചത് ഓപ്പറേറ്റർ ഓവർലോഡിങ് ആണെങ്കിൽ ഇത് ഫംഗ്ഷൻ ഓവർലോഡിങ്. ഫംഗ്ഷൻ ഓവർലോഡിങ് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പല ടാസ്ക് ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നത്. യൂഷ്വലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പം ഇവിടെ ഞാൻ സ്ക്വയറിന്റെയും സർക്കിളിന്റെയും ഏരിയ ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്ലാസ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു. അതിൽ വോയിഡ് ഏരിയ, ഇതാണ് ഞാൻ ഓവർലോഡ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഏരിയ. അതിന് ഇൻസൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. സി ഔട്ട് സൈഡ് സൈഡ് ഇൻറ്റു സൈഡ്, സ്ക്വയറിൻ്റെത് സൈഡ് ഇൻറ്റു സൈഡ് ആണ്. സെയിം ഫംഗ്ഷൻ ഞാൻ ഓവർലോഡ് ചെയ്ത് സർക്കിളിന്റെ റേഡിയസ്, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും ചെയ്തിട്ടുണ്ട്. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 3.14 ഇൻറ്റു റേഡിയസ് ഇൻറ്റു റേഡിയസ്. എന്നിട്ട് മെയിൻ ഫംഗ്ഷനിൽ ഒബ്ജക്റ്റ് കോൾ ചെയ്ത് ഞാൻ സ്ക്വയറിന്റെ സൈഡ് 4 എന്നും പിന്നെ റേഡിയസ് 3.5 എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വാല്യൂ എന്ന് കാണിക്കാനാണ്. ഇത് റൺ ചെയ്യുമ്പം ഔട്ട്പുട്ട് വന്നിട്ട് സ്ക്വയറിന്റെ ഏരിയ 16ഉം സർക്കിളിന്റെ ഏരിയ 38 അത് വന്നിട്ടുണ്ട്. അപ്പം ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുമ്പം യൂസിങ് ദ സെയിം ഫംഗ്ഷൻ വിത്ത് ദ സെയിം നെയിം ടു പെർഫോം ഡിഫറെന്റ് ടാസ്ക്. പക്ഷെ ഇവിടെ എന്താ, പാരാമീറ്റർ ഡിഫറെന്റ് ആണ്. ഇത് ഇന്റ് ആണെങ്കിൽ ഇവിടെ ഫ്ലോട്ട് ആണ്. ഓക്കെ, ഇതിപ്പോ ഏരിയ എന്താ സ്ക്വയറും സർക്കിൾ ആയ കാരണം സ്ക്വയറിന്റെ സൈഡും സർക്കിളിന്റെ റേഡിയസും മാത്രം മതി. ഒരു റെക്ടാങ്കിൾ ഒക്കെ ആണെങ്കിൽ ഇന്റ് ലെങ്ത് കോമ ബ്രെഡ്ത്ത് എന്ന് കൊടുക്കാം. ട്രയാങ്കിൾ ആണെങ്കിൽ ബ്രെഡ്ത്ത് കോമ ഹൈറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം ഫംഗ്ഷൻ ഓവർലോഡിങ്ങിൽ പാരാമീറ്റർ ഡിഫറെന്റ് ആയിരിക്കും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതാണ് ഫയൽ ഓപ്പറേഷൻസ്. അതിൽ ഇഫ് സ്ട്രീം, ഓഫ് സ്ട്രീം, പിന്നെ എഫ് സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഫയൽ. അതിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, ലൈബ്രറി ഇൻഫർമേഷൻ അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതിപ്പം എനിക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ, കാരണം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അറിയില്ല. യൂഷ്വലി ഇങ്ങനെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കാണിക്കാനാണ്. ഇത് അപ്പൊ നേരത്തെ ഒരു ലൈബ്രറിന്റെ ഒരു പ്രോഗ്രാം കാണിച്ചെന്നല്ലോ, അതിനകത്ത് ആക്ച്വലി ഒരു ബുക്കിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ എൻ്റർ ചെയ്ത് പ്രിന്റ് ചെയ്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ലൂപ്പ് ഇട്ടാല് നമുക്ക് 3-4 ബുക്സിന്റെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ സ്റ്റുഡന്റിന്റെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ലൂപ്പ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊരു 3 സ്റ്റുഡൻസിന്റെ ഡാറ്റയാണ് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ആ വേരിയബിൾ ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് വേണം ഡാറ്റ എൻ്റർ ചെയ്യാൻ. നേരത്തെ ബുക്സ് ആയിരുന്ന സമയത്ത് നമ്പർ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് ഇതുപോലെ ഫോർ ലൂപ്പിൽ കൊടുത്തിട്ട് ഓരോ ബുക്കിന്റെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഞാനൊരു 3 സ്റ്റുഡൻസിന്റെയാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പം
അപ്പൊ ഈ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഇതിലോട്ട് പോകും. ഗെറ്റ് ഡാറ്റയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റർ നെയിമും എൻ്റർ റോൾ നമ്പറും ആണ്. പിന്നെയുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫംഗ്ഷൻ ആണ്. അതിൽ ഞാൻ നെയിമും റോൾ നമ്പറും പ്രിന്റ് ചെയ്യാൻ മാത്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻപുട്ട് ചെയ്യുമ്പോഴും ലൂപ്പ് വേണം, ഔട്ട്പുട്ട് ചെയ്യുമ്പോഴും ലൂപ്പ് വേണം. അപ്പം എൻ്റർ നെയിം ഇത് കുറച്ച് സ്ലോ ആയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. മൾട്ടിപ്പിൾ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുക്കാനാണെങ്കിൽ ലൂപ്പ് ഇട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സിമ്പിൾ അങ്ങനെ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം മാത്രം എൻ്റർ ചെയ്യാനും റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനുള്ളത് കൊടുത്താൽ മതി. അങ്ങനെ കോംപ്ലക്സ് ആക്കണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഫസ്റ്റ് ലൂപ്പിൽ ഞാൻ ഡാറ്റ എൻ്റർ ചെയ്തു. സെക്കൻഡ് ലൂപ്പിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഓരോ അതായത് 1 എടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആവും, 2 എടുക്കുമ്പോൾ സെക്കൻഡ് സ്റ്റുഡന്റ്, 3 എടുക്കുമ്പോൾ തേർഡ് സ്റ്റുഡന്റ്. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാന്ന് തോന്നുന്നു. ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കിട്ടുക. പിന്നെയുള്ളത് ഇത് കുറച്ച് വലിയ കുഴ, എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് കോംപ്ലക്സ് കോഡ്സ് ഉണ്ട്. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പം സിമ്പിൾ ആയിട്ടുള്ള കോഡ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ടൈം എന്താ പറയാ മാനേജ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത് ആക്ച്വലി എംപ്ലോയി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഉള്ളതായിരുന്നു. അപ്പം എംപ്ലോയി ഡീറ്റെയിൽ ചെയ്യാനും എംപ്ലോയി എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു. പിന്നെ നെയിം, ഡെസിഗ്നേഷൻ, സാലറി എന്ന് പറഞ്ഞിട്ട് വേരിയബിൾസ് ഡിഫൈൻ ചെയ്തു. പിന്നെ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഇതിലാണ്, നേരത്തെയും ഞാൻ ഗെറ്റ് ഡാറ്റ എന്ന് പറഞ്ഞതിലാണ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനൊക്കെ കൊടുത്തത്. അപ്പൊ ഗെറ്റ് ഡാറ്റയിൽ നെയിം, ഡെസിഗ്നേഷൻ, സാലറി ഒക്കെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഷോ ഡാറ്റയിലാണ് ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പം ഒരു ഫംഗ്ഷൻ ഡാറ്റ എൻ്റർ ചെയ്യാനായിട്ടും മറ്റൊരു ഫംഗ്ഷൻ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനായിട്ടും ഡിഫൈൻ ചെയ്ത് വെക്കും. പേരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക. പിന്നെ ഇത് എംപ്ലോയിനെ ആഡ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഞാനൊരു എംപ്ലോയി എംപ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഗെറ്റ് ഡാറ്റേനെ കോൾ ചെയ്യാണ് ഇവിടെ. അപ്പൊ ഗെറ്റ് ഡാറ്റേനെ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പുതിയൊരു എംപ്ലോയിനെ എൻ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ എൻ്റർ നെയിം, എൻ്റർ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ എനിക്ക് പുതിയ ആളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ സെർച്ച് എംപ്ലോയി, അപ്പം എനിക്ക് തോന്നുന്നു ആ പ്രോഗ്രാമിൽ ഒരാളെ എൻ്റർ ചെയ്യാനും ഒരാളെ സെർച്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ പറഞ്ഞിരുന്നു തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. അപ്പം സെർച്ച് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ, അതിൽ സെർച്ച് നെയിം. അപ്പൊ ഞാൻ ആരെയാണ് സെർച്ച് ചെയ്യാൻ, അപ്പോൾ നെയിം കൊടുക്കണമല്ലോ. അപ്പൊ അതിന് സ്റ്റോർ ചെയ്യാനായിട്ടാണ് സെർച്ച് നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുത്തത്. അപ്പം വീണ്ടും എംപ്ലോയി എംപിൽ പോവും. അങ്ങനെ ഒരു എംപ്ലോയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നെയിം സെർച്ച് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ എറർ, അങ്ങനെ എന്താ എംപ്ലോയി നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെയാണ് IF സ്ട്രീം വരുന്നത്. മറ്റേ ഫയലിലോട്ട് ഇൻപുട്ട് ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ആക്ച്വലി കുറച്ച് കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് അത്ര കോംപ്ലക്സ് ആവശ്യം. അതായത് നിങ്ങൾ ഓരോന്നും റീഡ് ചെയ്യാൻ പറയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം എംപ്ലോയി നെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട്, ഇത് നോട്ട് ഫംഗ്ഷൻ ആണ്. നോട്ട് ഫൗണ്ട് എന്നുണ്ടെങ്കിൽ എംപ്ലോയി ഇവിടെ സെർച്ച് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത പേര് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ ഡിസ്പ്ലേ ഓൾ, എംപ്ലോയി ഡാറ്റാബേസ് ഡിസ്പ്ലേ ചെയ്യാനാണ്. ഇപ്പൊ സപ്പോസ് ഡാറ്റാബേസിൽ ഒന്നുമില്ല, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ ഡാറ്റാബേസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും.
ഡാറ്റാബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ആളുടെയും ഡീറ്റെയിൽസ് കാണിക്കും. ഇപ്പൊ റൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ട് റൺ ചെയ്താ വരുമോ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എറേഴ്സ് ആണ്. എറേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോഗ്രാം ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ഒരു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ സീറോ. അത് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ഒരു എറർ ആയിരിക്കാം. സീറോ ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ പറയുന്നത്. അപ്പൊ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ 3 പാർട്ടാണ് വരുന്നത്. ട്രൈ, ത്രോ, ക്യാച്ച്. ട്രൈ ബ്ലോക്കിൽ നമ്മൾ എന്താ പറയാ കണ്ടീഷൻ കൊടുക്കും. ഇത് ചെക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഭാഗമാണ് ട്രൈയിൽ വരിക. ത്രോ എന്ന് പറയുന്നത് എറർ ഉണ്ടെങ്കിൽ ത്രോ ചെയ്യാൻ പറയുന്നതാണ്. ഇഫ് an error is found it would be thrown. ക്യാച്ച് എന്ന് പറയുന്നത് ഈ ത്രോ ചെയ്യുന്ന എറർ ക്യാച്ച് ബ്ലോക്കിലോട്ട് ത്രോ ചെയ്യാണല്ലോ. അപ്പോൾ ക്യാച്ച് ബ്ലോക്ക് അത് ക്യാച്ച് ചെയ്തിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും. അപ്പം ട്രൈ ബ്ലോക്ക് ചെക്സ് ഇഫ് ദർ ഇസ് എൻ എറർ, ത്രോ ബ്ലോക്ക് ത്രോസ് വാട്ട് ദ എറർ ഇസ്, ആൻഡ് ക്യാച്ച് ബ്ലോക്ക് ഹാൻഡിൽസ് ദ എറർ. അപ്പൊ മെയിൻലി എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ 3 ബ്ലോക്കാണ്: ട്രൈ, ത്രോ, ക്യാച്ച്. അപ്പം അപ്പൊ 2 നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 2 0 ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ ഞാൻ 2ഉം 0ഉം കൊടുത്തു. 2 എയിലോട്ടും പോയി, 0 ബിയിലോട്ടും പോയി. പക്ഷെ എന്നിട്ട് എന്റെ ട്രൈ എന്താ B0 ആണോ എന്ന് നോക്കുക. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 0 പറ്റില്ലല്ലോ. അപ്പൊ B0 ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. B0 അല്ലെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു A/B എന്ന് വന്നേനെ. പക്ഷെ B0 ആയതുകൊണ്ട് ത്രോ ബ്ലോക്ക് ആണ് വർക്ക് ആയത്. ഡിവിഷൻ ബൈ 0 ഇസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ത്രോ ചെയ്യും. എന്നിട്ട് ക്യാച്ച് ബ്ലോക്ക് അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് അത് പറയും എക്സെപ്ഷൻ മെസ്സേജ് വന്നു, എന്താണ് ഡിവിഷൻ ബൈ 0 ഇസ് നോട്ട് അലൗഡ്. ഇപ്പം വേറെ ഏതെങ്കിലും വാല്യൂ ആയിരുന്നെങ്കിൽ 10/2 അപ്പം 5 എന്ന് പറഞ്ഞു വന്നു. ബിക്കോസ് എന്താ 0 ഇല്ല, ഡിവിഷൻ ബൈ 0 അല്ല. അപ്പം എറർ ഒന്നും ഇല്ല. ട്രൈ ചെയ്തു പക്ഷെ എറർ ഇല്ല. അപ്പം ഔട്ട്പുട്ട് വന്നു A/B വന്നു. അപ്പം അവിടെ ത്രോ ബ്ലോക്കും ക്യാച്ച് ബ്ലോക്കും ഒന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാണ് മെയിൻ ആയിട്ട് ഫോർത്ത് മൊഡ്യൂൾ എന്നുള്ളത്. പിന്നെ ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല കേട്ടോ, ഞാൻ PYക്ക് നോക്കിയപ്പോ കണ്ടത് വെച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അനന്തുവിന് മെസ്സേജ് അയച്ചാൽ മതി, പറഞ്ഞുതരാം. എനിത്തിങ് എൽസ്? നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, സ്പീഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി, കാരണം എനിക്ക് അത്രേ ടൈം ഉള്ളൂ, വേറെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം PYQലൊക്കെ അങ്ങനത്തെയാണ് വന്നിട്ടുള്ളത്. പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ 3rd മൊഡ്യൂളിൽ നിന്ന് 4th മൊഡ്യൂളിൽ നിന്നാണ് മെയിൻ ആയിട്ട് വന്നത്. പ്രോഗ്രാംസ് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നോക്കി വെച്ചിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെ ചെയ്യണം എന്നല്ല, ബട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡിസ്ട്രക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓവർലോഡിങ് എന്തായാലും ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിന് മെയിൻ ആയിട്ട് ഒബ്ജക്ട് ഓറിയന്റഡിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫറൻസോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. പിന്നെ 2 മാർക്കിനൊക്കെ മാനിപ്പുലേറ്റേഴ്സും ഇൻലൈൻ ഫംഗ്ഷൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻഹെറിറ്റൻസിന്റെ ആണ് 3rd മൊഡ്യൂളിന് മെയിൻ ആയിട്ട് കണ്ടിട്ടുള്ളത്.
അല്ലെങ്കിൽ ഒന്നുകിൽ ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ഓവർലോഡിങ്, അങ്ങനെയാണ് ഓപ്ഷൻസ് വരാറ്. ഓക്കെ, എന്തെങ്കിലും പറയുന്നുണ്ടോ? സ്ലൈഡിന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. സ്ലൈഡിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. അയച്ചുതരാം. താങ്ക് യു, വെൽക്കം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാനാണ് ട്രൈ ചെയ്തത്.